ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ആദ്യ അടി പൊട്ടിക്കഴിഞ്ഞു. കോമണർ മത്സരാർത്ഥിയായ അനീഷാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മത്സരാർത്ഥികൾ എല്ലാവരും ചുറ്റുമിരുന്ന് ബിഗ് ബോസ് നിയമാവലി വായിക്കുന്നതിനിടെയാണ് സംഭവം. ഓരോ മത്സരാർത്ഥികളായി മാറി മാറിയാണ് നിയമാവലി വായിക്കുന്നത്. നടൻ ആര്യൻ കത്തോരിയ വായിക്കുന്നതിനിടയിൽ അനീഷ് ഇടപെടുകയായിരുന്നു. ആര്യൻ മലയാളം വായിക്കുമ്പോൾ തപ്പിത്തടയുന്നു. ഇതിനെ അനീഷ് ചോദ്യം ചെയ്യുന്നു. മലയാളം ബിഗ് ബോസിൽ എല്ലാവരും മലയാളത്തിൽ സംസാരിക്കാനും എഴുതാനും വായിക്കാനും അറിയണം എന്നാണ് അനീഷ് പറയുന്നത്. ഇതിനെ അഭിഷേകും അപ്പാനി ശരത്തും അക്ബർ ഖാനും ചോദ്യം ചെയ്തു. എല്ലാവരും കൂട്ടത്തോടെ ഇടപെട്ടു. അത് വലിയ വാക്കുതർക്കത്തിൽ കലാശിച്ചു. മലയാളം വായിക്കാനും എഴുതാനും അറിയണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നായിരുന്നു അഭിഷേകിന്റെ ചോദ്യം. എല്ലാവരും കൂട്ടത്തോടെ എത്തിയതോടെ ഒറ്റയ്ക്ക് നടന്ന് തൻ്റെ വാക്കുകൾ അനീഷ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പിന്നീട് മിണ്ടാതെ നടക്കുന്ന അനീഷിനെയാണ് എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. ഇതോടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണോ എന്നാണ് മത്സരാർത്ഥികൾ ചോദിക്കുന്നത്. ഇത്തരം സ്ട്രാറ്റജികളൊന്നും വിലപ്പോകില്ല എന്നും ആർക്കും ബിഗ് ബോസിൽ തനിച്ചു മത്സരിക്കാൻ സാധിക്കില്ലെന്നും ഷാരിക അടക്കമുള്ളവർ അനീഷിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അനീഷ് പിന്നീട് സംസാരിക്കാതെ നടക്കുകയാണ്. അനീഷ് സ്ട്രാറ്റജി ഇറക്കിയതോടെ അത് പൊളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് റെന ഫാത്തിമ. അനീഷിൻ്റെ ഒപ്പം നടന്ന് ട്രോളുകയാണ് റെന. ഇങ്ങനെയൊക്കെ ഗെയിം ഇറക്കാതെ നൈസായിട്ട് ഗെയിം കളിക്കുമെന്നാണ് റെനയുടെ ഉപദേശം. അനീഷിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബിഗ് ബോസിനെ വിളിക്കണോ എന്നും തമേശ രൂപേണ റെന ചോദിക്കുന്നുണ്ട്. ചേട്ടന് കിട്ടുന്ന സ്ക്രീൻ സ്പേസ് ചേട്ടൻ്റെ കൂടെ നടന്നാൽ എനിക്കും കിട്ടും. ചേട്ടൻ ഒറ്റയ്ക്ക് അത് എടുക്കേണ്ട. ബിഗ് ബോസിൽ വന്ന് 10 മണിക്കൂർ പോലും ആയിട്ടില്ല. ബിഗ് ബോസിൽ വരുന്നതിന് മുൻപേ അനീഷ് ചേട്ടൻ ഇങ്ങനെയാണോ, അതോ ഇവിടെ വന്നതിന് ശേഷമാണോ ഈ പ്രശ്നം? മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടോ? സംസാരിക്കാതിരിക്കാൻ തക്ക പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ബിഗ് ബോസ് ഇടപെടണം. അല്ലാതെ എങ്ങനെയാണ്? എന്തുണ്ടെങ്കിലും മനസ്സ് തുറക്കണം. ഒറ്റയ്ക്ക് കുറേ നേരം നടന്നാൽ ജനങ്ങൾക്ക് ബോറടിക്കും കേട്ടോ എന്നൊക്കെയാണ് റെന പറയുന്നത്. അതേസമയം കോമണർ മത്സരാർത്ഥിയായ അനീഷ് കഴിഞ്ഞ സീസണിലെ രതീഷിനെ പോലെയാണ് പെരുമാറുന്നത് എന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. തുടക്കം മുതൽ തന്നെ പഠിച്ചുവെച്ച സ്ട്രാറ്റജികൾ ഓരോന്നിറക്കി മത്സരത്തിൽ ശ്രദ്ധാകേന്ദ്രമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. ഈ രീതിയിലാണ് തുടർന്നും അനീഷ് മത്സരിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഈ ആഴ്ച തന്നെ അയാൾ പുറത്താകുമെന്നും ചിലർ പറയുന്നു. അതേസമയം ആദ്യ ആഴ്ചയിൽ എവിക്ഷൻ വയ്ക്കരുത് എന്ന അഭിപ്രായം പങ്കിടുന്നവരുമുണ്ട്. ബിഗ് ബോസിന്റെ നടത്തിപ്പുകാരോട് ഒരു ചെറിയ അപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആദ്യ ആഴ്ചയിലെ എവിക്ഷൻ ഒഴിവാക്കുക. ഒരു കണ്ടസ്റ്റന്റിന് ഒന്ന് ചുവട് വയ്ക്കാനും അവിടെ പെർഫോമൻസ് ചെയ്യാനും പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാനും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും സമയം വേണം. ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരാനെങ്കിലുമുള്ള സമയമെങ്കിലും നിങ്ങൾ കണ്ടസ്റ്റൻസിന് കൊടുക്കണം. ആദ്യ ആഴ്ചയിൽ തന്നെ എവിക്ഷൻ വരുന്നത് ഷോ ഡൗൺ ആവാൻ കാരണമാകും. സോ ആദ്യ ആഴ്ചയിലെ പുറത്താക്കൽ ദയവ് ചേർത്ത് നിർത്തലാക്കുക. അനീഷ് എന്ന കോമണർ BB ഹൗസിൽ ഓളമുണ്ടാക്കാൻ ചാൻസ് ഉള്ള വ്യക്തിയായിട്ട് തോന്നി. 2 ആഴ്ച സമയം കൊടുക്കണം. എന്തായാലും അനീഷിന് രതീഷിൻ്റെ അവസ്ഥയാകുമോ അതോ ഷോയിൽ തുടരുമോ എന്ന് കാത്തിരുന്ന് കാണാം. അതേസമയം സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും ഷോ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ചില നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യ സീസണിലെ എവിക്ഷൻ ഒഴിവാക്കുക എന്നത്.